ഹായ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ സമയം 10:30 ഞാനിപ്പോൾ നിൽക്കുന്നത് ഖത്തറിലെ ലുസൈൽ സിറ്റി ഏരിയയിലാണ്. അവിടുത്തെ ഒരുവിധ കാഴ്ചകളാണ്, അവിടുത്തെ ബിൽഡിങ്ങാണ് ഈ കാണുന്നതൊക്കെ. ഇവിടെ ഒരു വെറൈറ്റി ടൈപ്പ് ബിൽഡിംഗ് ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല, ചിലപ്പോൾ കണ്ടിട്ടായിരിക്കും. എന്നാലും ഒന്നും കൂടി ഇത് കാണിച്ചു തരാം. കാണണ്ട, ഒരു ചന്ദ്രക്കല പോലത്തെ ബിൽഡിങ്, മൂൺ ബിൽഡിങ്ങാണ്. ഈ ഏരിയ ഒക്കെ ലുസൈൽ സിറ്റിയാണ്. അവിടുത്തെ ഒരുവിധം ബിൽഡിങ്ങുകളാണ്. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബിൽഡിംഗ് കളറ് ഇതാണ്, ഈ ബിൽഡിങ്ങാണ്. നല്ല അടിപൊളി സ്ട്രക്ചർ, നല്ല അടിപൊളി ഡിസൈനാണ്. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് ജോലിയുടെ ഭാഗമായിട്ട് ഇവിടുത്തെ ഒരു കമ്പനിയിൽ കുറച്ച് ഡോക്യുമെൻറ്റ്സും ചെക്ക് കളക്ട് ചെയ്യാൻ വേണ്ടി വന്നത്. വന്നപ്പോൾ ഈ ഏരിയ ഒന്ന് കവർ ചെയ്ത് പോയതാണ്. ഇതിവിടുത്തെ മെയിൻ ഏരിയയാണ്, ലുസൈൽ സിറ്റി എന്ന് പറയും. ഒരുവിധം കമ്പനികളൊക്കെ ഇവിടെ ഉണ്ട്, വലിയ വലിയ കമ്പനികൾ. ദോഹയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ ഇങ്ങോട്ട് വരണം, ദൂരമുണ്ട്. ഇവിടെ നിന്നാണ്ട് കുറച്ച് അങ്ങോട്ട് പോയാലാണ് നമ്മളെ വേൾഡ് കപ്പ്, ഫുട്ബോൾ വേൾഡ് കപ്പ് നടന്നില്ല, FIFA 22. കുറച്ചങ്ങോട്ട് നീക്കിയാലാണ് ആ സ്റ്റേഡിയം ഉള്ളത്. ഫൈനലൊക്കെ നടന്നത് അവിടെ ലുസൈൽ സിറ്റിയിൽ സ്റ്റേഡിയം. ഇവിടെ മെയിനായിട്ട് ഓഫീസുകളും പിന്നെ ഹോട്ടലുകൾ മാത്രമേ ഉള്ളൂ ഇവിടുത്തെ ഏരിയ. ഇന്നലെ ഇവിടെ പുലർച്ചെ വീണ്ടും ഒരു 3:30 ടൈമിൽ ബോംബൊക്കെ ഇട്ട് ഒരു ഞെട്ടലൊക്കെ ഉണ്ടായിരുന്നു. കിടന്നുറങ്ങുമ്പോൾ ഒരു വാർണിംഗ് മെസ്സേജൊക്കെ വന്നു. അതിൻ്റെ ഒരു ഞെട്ടലുണ്ടായിരുന്നു ഉറക്കത്തിൽ. ഭൂമി കുലുങ്ങണ പോലെയാണ് സൗണ്ട്, അത്രയ്ക്ക് എഫക്റ്റാണ് മിസൈലൊക്കെ വന്ന് വീഴുമ്പോഴും ഡ്രോൺ അറ്റാക്കൊക്കെ വരുമ്പോൾ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ നോക്കി കണ്ടില്ല, ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരുവിധം ബിൽഡിങ്ങുകൾ. അതുകൊണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് ഖത്തറിലെ ലുസൈൽ സിറ്റിയിലാണ്, മെയിൻ ഏരിയയാണ്. ലുസൈലിലെ മെയിൻ ഏരിയയാണ്. അവിടുത്തെ ഒരുവിധം ബിൽഡിങ്ങുകളും ഓഫീസുകളൊക്കെ ഹോട്ടലുകളൊക്കെ ഉള്ള സ്ഥലമാണ്. ഇത് അൽഫർദാൻ്റെ ഒരു ബിൽഡിങ്ങാണ്. അവിടുത്തെ ഈ കാഴ്ചകൾ പല ടൈപ്പ് ബിൽഡിങ്ങാണ്. എനിക്കിഷ്ടപ്പെട്ട ബിൽഡിങ് ഈ ബിൽഡിങ്ങാണ്. ബിൽഡിങ് നല്ല അടിപൊളി ഡിസൈനാണ് കാണുമ്പോൾ. ഓക്കെ, എന്തൊരു ഭംഗിയല്ലേ, നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഇന്നിവിടെ മഴക്കാറൊക്കെ ഉണ്ട്, മഴ പെയ്യുമെന്നറിയില്ല. ഒരാഴ്ചയായിട്ട് ഇതേപോലെ തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. മഴ പെയ്യുമെന്നറിയില്ല. നല്ല മഴക്കാറൊക്കെ ഉണ്ടെങ്കിൽ ഇതുവരെയായിട്ട് മഴയൊന്നും പെയ്തിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റ, ബൈ ബൈ ഫ്രം ഖത്തർ.